നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായി അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കുന്നു. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്നതാണ് എഡ്യൂക്കേഷൻ്റെ പർപ്പസ്. എന്താണ് ഈ ജീവിത ലക്ഷ്യം? എവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ട് അവസാനിക്കുന്നതാണോ ഈ ലക്ഷ്യം? അപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തെത്തി ലക്ഷ്യം പൂർത്തീകരിച്ചു, അതുപോലെയല്ല ഈ പർപ്പസ്. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യലിനെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. അപ്പം അങ്ങനെ എത്തിച്ചേരില്ല. എക്സ്പ്രഷൻ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഈഗോ, നമ്മുടെ സെൽഫ്, സ്വയം മറികടക്കുന്ന സ്റ്റേറ്റുകൾ ആദ്യം നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മൾ മിനറൽ ലൈഫിലും പ്ലാന്റ് ലൈഫിലും ആനിമൽ ലൈഫിലും നോക്കിയാലേ ഇൻസ്റ്റിങ്ക്റ്റീവാണ്. അവരുടെ ശരീരത്തെപ്പറ്റി മാത്രം ആണ് ചിന്തിക്കുന്നത്. ഈ അടുത്ത് ജുറാസിക് പാർക്ക്, ജുറാസിക് വേൾഡ് എന്നുള്ള സിനിമകളെല്ലാം ഒന്നുകൂടി കാണാൻ സാധിച്ചു. ഇപ്പോൾ എത്രയോ ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉള്ള ജീവികളെ ഇപ്പോൾ പുനഃസൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടിലാന്ന് തോന്നുന്നു ഹൈബ്രിഡ് വെറൈറ്റീനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ അതിലൊരു സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട് അത് ആദ്യമായിട്ടാണ് എക്സിസ്റ്റൻസ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ലോകമായിട്ട് ഇടപെടേണ്ടത് എന്ന് അതിനറിയില്ല. ചലിക്കുന്നതിന് എന്തിനേലും അത് ആക്രമിക്കും. അത് സ്വയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നിന്നും ഇവോൾവ് ചെയ്തിട്ട് മനുഷ്യൻ്റെ തലത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. മനുഷ്യൻ്റെ തലത്തുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഡേറ്റ അവൈലബിളാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ എക്സ്പ്രഷൻ ഒരു സ്റ്റേജ് ഇതുവരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ആ പൂർണ്ണതയുടെ എക്സ്പ്രഷൻസാണ്. കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തുടക്കം മുതൽക്കുള്ള എല്ലാത്തിൻ്റെയും സാമ്പിൾസ് വരുന്നുണ്ട്. മിനറൽ ലൈഫുണ്ട്, പ്ലാന്റ് ലൈഫുണ്ട്, ആനിമൽ ലൈഫ്. നമുക്ക് നോക്കിയാൽ എല്ലാം കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്നും നമ്മളിനി രണ്ടാമത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഇവോൾവിങ് ആയിട്ടുള്ള ഈ ഒരു
യാത്ര. ഇതിൽ നമുക്കൊരു ലക്ഷ്യബോധം വേണം. ആ ലക്ഷ്യബോധം എങ്ങനെ നമുക്കുണ്ടാക്കാൻ സാധിക്കും? നമുക്ക് ആ ലക്ഷ്യം മാനിഫെസ്റ്റ് ചെയ്ത് കാണണ്ടേ നമ്മുടെ മുമ്പിൽ? ഒരു മാവിൻ്റെ അണ്ടി നട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു മാവാണ് എന്നെങ്ങനെ മനസ്സിലാവും? മാവ് വളർന്ന് അതിൽ നല്ല മാങ്ങകൾ, നല്ല പഴുത്ത മാങ്ങകൾ കഴിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഈ മാങ്ങയുടെ ടേസ്റ്റാണ്, ഇത് ആ മാങ്ങയാണ്, നല്ല മാവാണ്. ചിലപ്പോൾ നടുമ്പോൾ ഒന്നാണെന്ന് ചോദിച്ചാൽ വളർന്നൊരു വേറെ എന്തെങ്കിലുമായി മാറും, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിലെ നല്ല മാങ്ങകൾ കഴിക്കണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഇവോൾവിങ് ആയിട്ടുള്ള സ്പെക്ട്രത്തിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഏറ്റവും നല്ല വശങ്ങൾ കാണിക്കുന്നവരെയാണ് നമ്മൾ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ലോകം കടന്നുപോയിട്ടുള്ള പല ഘട്ടങ്ങൾ, ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ്, അതിൽ ഓരോരോ തലത്തിലും ആ ഒരു സ്റ്റേറ്റിനെ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളെ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ദശാവതാരം ഇതാണ് കാണിക്കുന്നത്. ജാതക ടേൽസ്, ബോധിസത്വൻ്റെ കഥകൾ ഇത് തന്നെ കാണിക്കുന്നത് ആ ഇവല്യൂഷൻ. അപ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നിസ്വാർത്ഥത, ഏറ്റവും പ്രകടമായിട്ടുള്ള സ്നേഹം, എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, എത്രത്തോളം ആൾക്കാരിലേക്ക് അത് വ്യാപിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് വീണ്ടും കെട്ടടങ്ങുന്നു, വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഒരിക്കലും അത് കംപ്ലീറ്റ് കെട്ടടങ്ങുന്നില്ല. ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള പേഴ്സണാലിറ്റീസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അവർ നമ്മുടെ കൂടെ സഫർ ചെയ്യുന്നു, അവർ സ്വയവും വളരുന്നു. അവർ ഈ സൃഷ്ടിയിലേക്ക് നോക്കിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു പോകുന്നു. പിന്നെ വരുന്നത് ആ ഡേറ്റ എടുത്തിട്ടാണ്. ഇപ്പോൾ അവതാരങ്ങൾ ഇവോൾവ് ചെയ്യുന്നു, മാസ്റ്റേഴ്സ് ഇവോൾവ് ചെയ്യുന്നു. ഓരോ കാലത്ത് എന്ത് ചെയ്യണമെന്ന് ആ കാലത്തുള്ള മാസ്റ്റേഴ്സ് അവർ കാണിക്കുന്നു. പക്ഷെ അവരവിടെ നിന്ന് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയും. ഒരു സ്ഥലത്ത് പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ ബോസിനെ അറിയിക്കുക. ബോസ് വന്നിട്ട് ഇനി ഇങ്ങനെയാണ് ഇവിടെ നമ്മുടെ കമ്പനി വളർത്തേണ്ടത്. ഈ ഫീഡ്ബാക്കാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവതാരങ്ങൾ നോക്കിയാലേ ഓരോ അവതാരത്തിൻ്റെ ലക്ഷ്യവും എക്സ്പ്രഷനും ഡിഫറെൻ്റാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെത്തിയപ്പോൾ ഒരു എക്സ്പ്രഷനിലെത്തി. അദ്ദേഹം അവസാനം യുദ്ധം ചെയ്യേണ്ടി വന്നു. ഒരുപക്ഷേ അത് ആ അവതാരത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ ഉണ്ടായിരുന്നുണ്ടാവില്ല. ഇവിടെ സമാധാനം സ്ഥാപിക്കാനായിട്ട് വന്നിട്ട് പല ടൈമിലും ശ്രമിച്ചു. ഭഗവത്ഗീത വരെ എത്തി. അവസാനം ഭഗവത്ഗീത സമാധാനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ശ്രമിച്ചു. പക്ഷേ യുദ്ധം ഉണ്ടായി, അനിവാര്യമായി വന്നു. കാരണം അന്നത്തെ എവല്യൂഷൻ അവിടെ എത്തിയിട്ടില്ല. പിന്നെയും കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഗൗതമ ബുദ്ധൻ, മഹാവീരൻ, ജീസസ് ക്രൈസ്റ്റ് കൂടുതൽ കൂടുതൽ യുദ്ധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങാനായിട്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് പല ലെവൽസും. രാജാവായിരുന്നു ഗൗതമ ബുദ്ധൻ, അദ്ദേഹം അത് ശ്രമിച്ചു, അശോക ചക്രവർത്തിയിലൂടെ ശ്രമിച്ചു. പക്ഷേ എല്ലായിടത്തും പാർഷ്യൽ സക്സസസ് മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിജി എവല്യൂഷൻ്റെ സ്പെക്ട്രത്തിൻ്റെ വലിയൊരു നാഴികക്കല്ലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ലോകത്തിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം അഹിംസയാണ്. അവിടെ നമ്മൾ എത്തുന്നവരെ നമ്മുടെ യാത്ര തുടരും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും എക്സ്പ്രഷനിൽ ഒരുപാട് നമുക്ക് കാണാം, പരാജയങ്ങൾ നമുക്ക് കാണാം. കാരണം ഇവിടെ യുദ്ധം ഉണ്ടായി, കോലാഹലങ്ങളുണ്ടായി, പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ തത്വം അവിടെയുണ്ട്. ഫീഡ്ബാക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനിയും എവല്യൂഷൻ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് സമ്പ്രദായത്തിലൂടെ ഇതിൻ്റെ ഒരു ഫൈനൽ എക്സ്പ്രഷനിലേക്കുള്ള നീങ്ങലാണെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. മാസ്റ്റർ നമ്മുടെ മുമ്പിൽ, ലിവിങ് മാസ്റ്ററായിട്ട് നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രത്യക്ഷമാണ്, മാറിക്കൊണ്ടിരിക്കുന്നു. ഇവോൾവിങ് ആയിട്ട് ലോകത്തിൻ്റെ എക്സ്പ്രഷനായിട്ട് മാസ്റ്റർ നമ്മുടെ മുമ്പിലുണ്ട്. മാസ്റ്റർ അത് നമുക്ക് കാണിച്ചു തരുന്നു. കാൻഹ ശാന്തിവനത്തിൽ കാണിക്കുന്നു. മാസ്റ്റർ ചെല്ലുന്ന സ്ഥലത്തൊക്കെ മാസ്റ്റർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ലോകം എങ്ങനെയായിരിക്കണം. സംസാരിക്കുമ്പോൾ ഇതെല്ലാം സംസാരിക്കുന്നു. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ഇമെയിൽസ് അയക്കുമ്പോൾ ഉടനെ ഉത്തരം വരുന്നതും ഈ തരത്തിലാണ്. ഇൻട്രോസ്പെക്റ്റ്, ഹാർമണി വേണം, സ്നേഹം വേണം. ഇതാണ് ഹാർട്ട്ഫുൾനെസ്. അപ്പോൾ ഏതൊരു ഘട്ടത്തിലും ഹാർമണിയും സ്നേഹവും മാത്രം നിലനിൽക്കുന്ന, എപ്പോഴും ശാന്തി സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ. വിസ്പേഴ്സ് ഓൺ ദി ബ്രൈറ്റർ വേൾഡിൽ ഇൻഡിഗോ ചിൽഡ്രൻ എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. അവർ ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും യാത്ര തുടരുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക്
എത്തേണ്ട ലക്ഷ്യത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും മാസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്രത്തോളം വേഗതയിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ കയ്യിലാണ്. നമ്മൾ എറ്റേണലി ഗ്രേറ്റ്ഫുൾ ആണ് ഹൈറാർക്കിയോട്. കാരണം അവർ വീണ്ടും വന്നിട്ട് നമുക്ക് കാണിച്ചു തരുന്നു, അവർ പോകുന്നു, തിരിച്ച് പിന്നെയും വേദന അനുഭവിക്കാൻ വരുന്നു. അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ലിവിങ് മാസ്റ്റേഴ്സിൻ്റെ പ്രാധാന്യം. നമ്മൾ എറ്റേണലി ഗ്രേറ്റ്ഫുൾ ആണ്. ഒരുപക്ഷെ അവർ നമ്മളോടും ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മളാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് ഒന്നുകൂടിയും രണ്ടാമതും മൂന്നാമതൊക്കെ ആലോചിക്കാം, നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് മോൾഡ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.